ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതിരാവിലെ ഞാൻ ബാറിൽ വന്നിരിക്കുകയാണ്. വേറൊന്നിനുമല്ല, ജിമ്മിൽ പോയിട്ട് മുട്ട കഴിക്കാൻ. ലെറ്റ്സ് ഗോ. അപ്പം ഗൈസ്, ഇന്ന് കുറേ പരിപാടികൾ നമ്മൾ ഇന്നലെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ എൻ്റെ ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തപ്പം മൗസ് വർക്കാവണില്ല. മറ്റേ കീപ്പേഡ് സാധനം ഇല്ല, അത് വർക്കാവണില്ല. അതുണ്ടെങ്കിലേ വല്ലതും നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് അത് ഒന്ന് റിപ്പയറിന് കൊടുക്കണതാണ് ഇന്നത്തെ പരിപാടി. കാര്യം എന്ന് വെച്ചാൽ അതുണ്ടെങ്കിലേ വല്ലതും നടക്കുകയുള്ളൂ സത്യം. പക്ഷെ എന്ത് ചെയ്യാനെന്നുള്ള അവസ്ഥയിൽ ഇന്നലെ എല്ലാം പ്ലാനിങ് ചെയ്ത് ഡേ 1 എന്ന രീതിയിലൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നായിരുന്നു. എൻ്റെ ലാപ്ടോപ്പ് ചതിച്ച് ഗൈസ്. ബട്ട് നാളെ നല്ല ദിവസമാണ്, നാളെ തൊട്ട് തുടങ്ങാം. അപ്പം ഇവിടെ നിന്ന് നേരെ ഇനി ഇത് ഫുഡ് ഇത്രയും കഴിച്ച് തീർത്തതിന് ശേഷം നേരെ ലാപ്ടോപ്പ് കൊണ്ടു കൊടുക്കണം. അത് പെട്ടെന്ന് തന്നെ സർവീസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ പരിപാടിയെല്ലാം ഓണായിട്ട് നടക്കും. അപ്പം ലെറ്റ്സ് ഗോ. അതിരാവിലെ ജിമ്മിലൊക്കെ പോയി നൈറ്റ് ലൈഫ് കട്ട് ചെയ്ത് ഡേ ലൈഫിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് അടിപൊളി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള ലൈഫുണ്ടല്ലോ ബ്രോ, അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കാണ് കേട്ടോ നൈറ്റ് ലൈഫ്. നമ്മളെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, നമ്മളെ സമയങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നൈറ്റ് ലൈഫ് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണിക്ക് 6 മണിക്കൊക്കെ ഉറക്കമൊക്കെ എണീച്ച് രാവിലെ എനർജിയോടെ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുത്തേ, അന്നത്തെ ഡേ ഫുള്ള് സീനായിരിക്കും. പിന്നെ രാവിലെ എനിക്ക് എന്തോന്നാണ് ബ്രോ ഈ സോഷ്യൽ മീഡിയ മൊത്തം എന്തോ നെഗറ്റീവ്. സുരേഷ് ഗോപിയുടെ മോനെ എടുത്തിട്ട് എന്തോന്ന് ഇത്ര റോസ്റ്റ് ചെയ്യണം. നിങ്ങൾ ശരിക്കും എനിക്ക് ആരെയും ജനിച്ച് മറ്റേ സിനിമയിൽ കാലെടുത്ത് വെച്ച ഉടനെ വലിയ നടനൊന്നും ആവേയൊന്നുമില്ല. അവന് സമയം കൊടുക്ക്. നല്ല നല്ല ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അവർ ചെയ്ത ഡയറക്ടേഴ്സ് തന്നെ അടുത്തടുത്ത പടങ്ങളിൽ ഇമ്പ്രൂവ് ആയി വരുമ്പോൾ അവന് നല്ല റോളുകളും നല്ല കാര്യങ്ങളും ചിലപ്പം എല്ലാവരും അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നടനായാൽ മാത്രമേ അംഗീകരിക്കൂ, അങ്ങനെയൊന്നുമില്ല. അവൻ പയ്യെ കയറി വരും. അവൻ നല്ല പയ്യൻ, മീൻസ് അവൻ്റെ സംസാരങ്ങളെല്ലാം കൊള്ളാം, നല്ല ബഹുമാനത്തോടെ സംസാരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ. എന്തിനീ ഈ സോഷ്യൽ മീഡിയ ദൈവങ്ങളിട്ട് കുറേ അങ്കിൾമാർ വന്ന് എടുത്ത് കൊണ എന്ന് പറഞ്ഞ് അവനെങ്കിലും എടുത്താൽ കയറി വരാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അടിച്ച് താക്കാൻ വേണ്ടി കുറേ അങ്കിൾമാരുണ്ട്. കൊണ എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കും. ശരിക്കും ഞാൻ അത് അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ട് പറയാം, ഒരാൾ അപ്പായി വരുമ്പം ഒരിക്കലും ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് അവനെ ഒരു ഡൗണിലോട്ട് കൊണ്ടുപോകില്ല. ചിലപ്പോൾ അവന് നല്ല നല്ല റോൾസുകളും നല്ല നല്ല ഡയറക്ടേഴ്സും നല്ല നല്ല സ്റ്റോറീസും വരുമ്പം അവനും ഒരു നാൾ ഉയരങ്ങളിലെത്തും. അല്ല ചുമ്മാ ഇട്ട് അവൻ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇരുന്നിട്ട് കൊണ എന്ന് പറഞ്ഞ് കുറേ അങ്കിൾമാരിട്ട് കൊണച്ചുകൊണ്ടിരിക്കും. അവനെ വളരാൻ വിടൂ, അവൻ വളരട്ടെ, അവൻ നല്ല നല്ല പടങ്ങളൊക്കെ കിട്ടട്ടെ. അയ്യോ ഗൈസ്, പക്ഷെ വിടൂല. ഹേയ് ഗൈസ്, ഈ ലാപ്ടോപ്പ് ഇന്നലെ രാത്രി പണി വന്ന് നമ്മളെ ലാപ്ടോപ്പ് ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഈ കടയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ, ഞാൻ ഓപ്പണായിട്ട് പറയാം. ഞാൻ ഇത് പ്രൊമോഷന് വേണ്ടി എടുക്കണമല്ല, നല്ല പെരുമാറ്റമായിരുന്നു. ഇഷ്ടപ്പെട്ടു. പെരുമാറിയ രീതിയും കസ്റ്റമേഴ്സിൻ്റെ ഡീലിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടു. ലെറ്റ്സ് ഗോ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല, എനിക്ക് ഈ ഓൾറെഡി എൻ്റെ മാക്കിലെ സോഫ്റ്റ്വെയർ ക്രാക്കാണ് ഇട്ടിരുന്നത്. അപ്പോൾ ക്രാക്കിന് 2026 അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, എടുത്തങ്ങ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് പോയി. ഞാൻ വിചാരിച്ചില്ല. ഞാൻ നോക്കിയപ്പോൾ ക്രാക്കിൽ 2026 അപ്ഡേറ്റ്, അതും മാക്കിൽ. ഒന്നും നോക്കിയില്ല, എടുത്തങ്ങ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് സോഫ്റ്റ്വെയർ അങ്ങ് പോയി. ശുഭം. കുറച്ച് പൈസ പോവും, കുഴപ്പമില്ല എന്നല്ല, കുഴപ്പമുണ്ട്. പിന്നെ എന്തായാലും മുടക്കിയല്ലേ പറ്റൂ. സത്യം പറയാമല്ല കൈസ്, ഇന്നലെ രാത്രി നമ്മൾ എന്തെല്ലാം പ്ലാനിങ് ആയിരുന്നു അല്ലേടാ, എന്തെല്ലാം പ്ലാനിങ് ആയിരുന്നു എന്നറിയാമോ? ശരിക്കും പറയാമല്ല, ഒരു ഡയറി എടുത്ത് ഡേ 1 എന്നൊക്കെ എഴുതി ഇന്ന് രാവിലെ ജിമ്മിൽ പോകണം, അത് കഴിഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ലിസ്റ്റ്. ഷൂട്ടിങ്, ഇൻസ്റ്റാഗ്രാമിലത്തുള്ള പാട്ടിൻ്റെ ഷൂട്ടിങ്. പക്ഷേ അവസാനം ലാപ്ടോപ്പ് നമുക്ക് പണിയാന്ന് രാത്രി. സത്യം പറയില്ല, ഇന്നോട്ട് നല്ല കിട്ടിലോട്ട് വീഡിയോസൊക്കെ ഇട്ട് പോകണം, അടിപൊളിയായിട്ട് കണ്ടൻറ്റൊക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് സൂപ്പറായിട്ട് സ്ക്രിപ്റ്റായിട്ട് ചെയ്തു വെച്ചിരുന്നു. എന്നിട്ട് ചെയ്യാമെന്ന് നോക്ക് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും ഇന്നത്തെ ദിവസം പോയി. അപ്പോൾ ഇന്ന് എൻ്റെ കാറും കൂടെ ഒന്ന് സർവീസിന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാറും ഒരു 2 വീലറും എല്ലാം കൂടെ ഒന്ന് സർവീസിന് എടുക്കാം.
പിന്നെ ഗൈസ്, എൻ്റെ ഒരു 6 ട്രാക്ക് എൻ്റെ വിശ്വ മ്യൂസിക് എന്ന് പറഞ്ഞ ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്, പുതിയ സോങ്സ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഈ വ്ളോഗ് റീച്ച് ആവുമായിരിക്കും, ആ സമയത്തിരുന്ന് കാണുക. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് കട കേട്ടോ, ചുറ്റും നോക്കി. അപ്പം നിങ്ങൾക്ക് ഗൈസ്, ഞാൻ സുരേഷ് ഗോപിയുടെ മോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാലും നെഗറ്റിവിറ്റി ഭയങ്കര രീതിക്ക് സ്പ്രെഡ് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ട്രോളൊക്കെ വന്ന സമയത്ത്, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചുറ്റും എന്നെ വളഞ്ഞിട്ട് ട്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 1-2 വീഡിയോസൊക്കെ എനിക്ക് നല്ല പോസിറ്റീവായിട്ട് വന്നു. അവൻ വളർന്നു വരട്ടെ, അവനെ സപ്പോർട്ട് ചെയ്യണം, അവന് നല്ല ടാലൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 പേരൊക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ സത്യം പറയല്ല, എനിക്ക് നല്ല ഒരു ആശ്വാസമായിരുന്നു ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ. 1-2 പേര് അത് ഞാൻ വലിയ ലെവലിലോട്ട് എത്തിയിട്ട് ഞാൻ വീഡിയോസൊക്കെ കാണിച്ചു തരാം ആരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തതെന്ന്. അപ്പം അതേപോലെ എനിക്ക് ആ ഒരു പയ്യനായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഇട്ട് ബുള്ളി കണ്ടപ്പോൾ എനിക്കും ഒരുമാതിരി തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ, ആദ്യം ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങട്ടെ ചെറുക്കാൻ. അല്ലാതെ ചുമ്മാ എല്ലാം മറ്റേ ടോപ്പിൽ തന്നെ ചെയ്ത് നിങ്ങളെ ഫ്രണ്ടിൽ എത്തിക്കണം അങ്ങനെയൊന്നുമില്ല. അവന് അവൻ്റേതായ ഒരു ഫീൽഡിൽ നല്ല രീതിക്കൊന്ന് പഠിക്കേണ്ട ഒരു ടൈം അവന് കൊടുക്കണം. കുറേ എണ്ണം ഡയലോഗ് ഓടിക്കുന്നുണ്ട്, മറ്റേ നിർമ്മാതാവിൻ്റെ പൈസ ഇത്രയും കളഞ്ഞിട്ടാണ് അവൻ സിനിമ പഠിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പൈസ ഇത് അവനല്ലല്ലോ സിനിമ എഴുതിയിരിക്കണതും ഡയലോഗ് ഡെലിവറി ചെയ്തിരിക്കണം കാര്യങ്ങൾ എഴുതിയിരിക്കണമൊക്കെ. അവൻ പറഞ്ഞ പോലെ അവർ പറയും പോലെ അഭിനയിച്ചു, അത്ര തന്നെ. അതിനിട്ട് അവൻ്റെ തലയിൽ എല്ലാവരും കൂടി ഇട്ട് ബുള്ളി ചെയ്ത് എന്താണ് അവൻ വളരട്ടെ, അവൻ വളർന്ന് വളരട്ടെ, അവന് നല്ല പടങ്ങളൊക്കെ കിട്ടും. ചുമ്മാ ഇട്ട് എല്ലാവരും കൂടെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കാതെ. നമ്മളെ കേരളത്തിൻ്റെ കുഴപ്പമേ അതാണ്. ആരെങ്കിലും കുറച്ച് സോഷ്യൽ മീഡിയ ദൈവങ്ങളുണ്ട്, അവന്മാർ പറയും പോലെയാണ്. അവന്മാർ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ നല്ലതെന്ന് പറയും, അവന്മാർ കൊള്ളൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൊള്ളൂലെന്ന് പറയും. അവനെ വളരാൻ വിടുക, എല്ലാ പയ്യന്മാരും ഗ്രൗണ്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അവൻ വളർന്നു വന്ന് കിടിലൊരു പടം കാണിച്ച് അവൻ ടോപ്പിൽ വരും ഒരു ദിവസം. ഈ നിങ്ങൾ വേണ്ടെന്ന് പറയണവർ തന്നെ അവനെ വേണമെന്ന് പറയും, ഒരു നോക്കും എന്നെയും. ഗൈസ്, നമ്മളിവിടെ വ്ളോഗ് കണ്ടിട്ട് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ചാനലൊക്കെ ചോദിച്ച് ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ ഓൾറെഡി എന്നെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കുറച്ച് ഫണ്ണായി പോയി കേട്ടോ ബ്രോ. എന്നിട്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ ബ്രോ നിങ്ങൾക്ക് എന്നെ? താങ്ക് യു ബ്രദർ. നിങ്ങളുടെ സ്നേഹം എന്തായാലും യൂട്യൂബിൽ ഓക്കെ അല്ലേ? പോയിട്ടോ ഞാൻ ഇവിടെ എൻ്റെ വീട് അപ്പുറത്തല്ലേ, എൻ്റെ വീട് തൊട്ടപ്പുറത്ത്.